ഈ വർഷം ആസിഫ് അലിയുടെ പടങ്ങളൊക്കെ പൊളിയാണല്ലോ. തലവന്, ലെവൽ ക്രോസ്, ഇപ്പതാ അഡിയോസ് അമീഗോ. നഹാസ് നാസർ സംവിധാനം ചെയ്ത് ആസിഫ് അലിയും സുരാജ് വെഞ്ഞാറമൂടും പ്രധാന വേഷങ്ങളിൽ വന്ന അഡിയോസ് അമീഗോ എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഒരു പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുണ്ടാകുന്ന അസാധാരണ സൗഹൃദത്തിന്റെ കഥയാണ് അഡിയോസ് അമീഗോ. ഇത് നമുക്ക് അറിയാത്ത കഥയൊന്നുമല്ല, നമുക്ക് അറിയാവുന്നതാണ്. വലിയ പുതുമയൊന്നും തോന്നാത്ത ഒരു പ്ലോട്ടാണ്, ഒരു ചെറിയ സംഭവമാണ്. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്ത രീതി കൊണ്ട് പടം മികച്ചതാവുകയാണ്. ഇതൊരു സൗഹൃദത്തിന്റെയും യാത്രയുടെയും കഥയാണെന്ന് പറയാം. ബേസിക്കലി ഈ കൃഷ്ണനും കുചേലനും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, സോ ആ ഒരു സൗഹൃദം വെച്ച് ഒരുപാട് സിനിമകൾ മുമ്പ് മലയാളത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കഥ പറയുമ്പോഴൊക്കെ അതുപോലുള്ള ഒരു കഥയെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ കുറച്ച് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ പടത്തിൽ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. സെയിം ടൈം ഇത് സിനിമയുടെ കഥാകൃത്തിന്റെ റിയൽ ലൈഫിൽ സംഭവിച്ച കാര്യമാണെന്നുള്ളതും മറ്റൊരു രസകരമായ സത്യമാണ്. ഒരു നവാഗത സംവിധായകനാണെന്ന് പറയുകയില്ല, നല്ല കിടിലനായിട്ടാണ് നഹാസ് പടം ഒരുക്കി വെച്ചേക്കുന്നത്. ചെറിയൊരു ത്രെഡ് ഇത്ര നന്നായിട്ട് ഒരുക്കിയില്ലേ, വെൽ ഡൺ ബ്രോ. പിന്നെ പറയുകയാണെങ്കിൽ കോമഡികളൊന്നും അത്ര മോശമായിട്ടില്ല എന്നുള്ളതും വലിയൊരു പോസിറ്റീവായിട്ട് തോന്നി. അങ്ങനെ ചിരിച്ചു മറിയാൻ ഒന്നും ഇല്ല എങ്കിലും ചിലതൊക്കെ വളരെ ഓർഗാനിക് ആയിട്ട് വന്ന നല്ല കോമഡികൾ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇമോഷണൽ ഭാവങ്ങളൊക്കെ നന്നായിട്ട് കണക്ട് ആയി എന്നതും ഒരു പോസിറ്റീവ് തന്നെയായിട്ട് പറയണം. ഈ പ്രധാന കഥാപാത്രങ്ങൾക്ക് രണ്ടുപേർക്കും പേരില്ല, അല്ലെങ്കിൽ ഏറ്റവും അവസാനം മാത്രമാണ് റിവീൽ ചെയ്യുന്നത്. അതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞാൽ സുരാജ് വെഞ്ഞാറമൂട് കോമഡിയും ഒപ്പം ആ ക്യാരക്ടറിന്റെ നിസ്സഹായ അവസ്ഥയും അപമാനിതനാകുന്നതും ഒക്കെ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. ലാസ്റ്റുള്ള ആ ഒരു ഹഗ്ഗൊക്കെ സോ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഈ ക്യാരക്ടറിനോടായിരിക്കും. ആസിഫിന്റെ കഥാപാത്രം ചില സമയത്ത് ഭയങ്കര അനോയിങ് ആണ്, എന്താ പറയാ, ഇതെന്തൊരു ശല്യ എന്നൊക്കെ നമുക്ക് തോന്നുന്നത് പോലെയുള്ള ഒരു ക്യാരക്ടർ. പക്ഷെ ചില സമയത്ത് നമുക്ക് തന്നെ ഒരു ചക്കരക്കൂട്ടൻ എന്നൊക്കെ പറയാൻ തോന്നുകയും ചെയ്യും. പടവും ഏകദേശം അങ്ങനെയാണ് കേട്ടോ. അനോയിങ്ലി ബ്യൂട്ടിഫുൾ എന്നാണ് ഈ സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതാണ് ഈ സിനിമയുടെ ബ്യൂട്ടിയും. ആസിഫ് അലി സ്ലാങ് കുറച്ചുകൂടി ഒന്ന് ഡിഫറെന്റ് ആക്കി കുറച്ചുകൂടി കൊച്ചി സ്ലാങ് പിടിച്ചിട്ടുണ്ട്. അത് നൈസായിട്ടുണ്ടായിരുന്നു. വളരെ റിച്ച് ആയിട്ടുള്ള ആ ഒരു കഥാപാത്രത്തെ ആദ്യമൊന്നും എനിക്ക് അങ്ങോട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയേയില്ല. ഇപ്പം എല്ലാം ക്യാഷ് കൊണ്ട് നേടാം എന്ന് കരുതി ഇങ്ങനെ ലൈഫ് ആഘോഷിക്കുന്ന ഒരു ഹാപ്പി ഗോ ലക്കി സുഖിമാൻ ക്യാരക്ടർ. പക്ഷേ എത്ര കാശുകാരനും നിസ്സഹായമായി പോകുന്ന ചില ടൈംസ് ഉണ്ടെന്ന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പടത്തി കാണിച്ചിട്ടുമുണ്ട്. ആസിഫ് അലി കുടിയനായിട്ട് ഭയങ്കര വൈബായിരുന്നു. ശരിക്കും നല്ല അടിയാണെന്ന് തോന്നും കണ്ടാൽ എന്ന് പറയാൻ തോന്നി. സോ ഒന്നും പറയാനില്ല, പൊളപ്പം പെർഫോമൻസ്. നായിക അനഘയ്ക്ക് സ്ക്രീൻ സ്പേസ് ഒക്കെ വളരെ കുറവാണെങ്കിലും ഇമ്പാക്റ്റ് ഉള്ള ഒരു കഥാപാത്രമായിരുന്നു അത്. അതിന് ചില സർപ്രൈസ് ഒക്കെ ഉണ്ട്, അത് നല്ല എഫക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രവീണ രവിയാണ് പുള്ളിക്കാരിക്ക് ഡബ് ചെയ്തെന്ന് തോന്നുന്നു. വോയിസ് ഒട്ടും മാച്ചായിട്ട് തോന്നിയില്ല. പിന്നെ ചെറുതെങ്കിലും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന വേഷങ്ങളിൽ വിനീത് തട്ടിൽ, നന്ദു, അൽതാഫ് സലീം, മുത്തുമണി, അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട് കേട്ടോ. സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും കഥയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ഷൈൻ ടോം ചാക്കോയും ഉണ്ട്. അപർണ ബാലമുരളി, അജു വർഗീസ് തുടങ്ങിയവരുടെ ശബ്ദവും സിനിമയിലുണ്ട്. ജേക്സ് ബിജോയ്, ഗോപി സുന്ദർ എന്നിവരുടെ മ്യൂസിക് ആൻഡ് സ്കോർ നന്നായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചില എമോഷണൽ രംഗങ്ങളിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പാട്ടുകളിൽ ആദ്യത്തെ പാട്ട് കൊള്ളാമായിരുന്നു, രണ്ടാമത്തെ പാട്ട് അത്രയ്ക്ക് ആവശ്യമില്ലാത്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. ജംഷി ഖാലിദിന്റെ ക്യാമറയും നിഷാദിന്റെ എഡിറ്റിംഗും കൊള്ളാം. ഇനി നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഈ പടത്തിന് 2.5 മണിക്കൂർ മുകളിൽ ദൈർഘ്യമുണ്ട്. പക്ഷെ അത്രയും നീട്ടിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നി. ഒരു ചെറിയ സംഭവമാണ് ഈ പടത്തിലുള്ളത്. അത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ക്രിസ്പായിട്ട് പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഭയങ്കര മുഷിപ്പ് ഒന്നും പടം കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ല കേട്ടോ. ഫസ്റ്റ് ഹാഫ് ഭയങ്കര രസമായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് അത്രയ്ക്ക് വന്നില്ല എന്ന് എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു ആ ഒരു ഇമോഷണൽ പോർഷൻസിൽ എവിടെയൊക്കെയാണ് പടം ഒന്ന് ഡൗൺ ആയി പോയത്. പിന്നെ ഈ പണക്കാരൻ പാവപ്പെട്ടവൻ അവർ തമ്മിൽ കൂട്ടുകൂടിയാൽ ഉണ്ടാകുന്ന സ്ഥിരമുള്ള ചില ക്ലീഷ ഐറ്റംസ് ഇല്ലേ, ചില അപമാനം, ചമ്മല്, തൊലി ഉരിഞ്ഞു പോകുന്ന സീൻസ് എക്സെട്ര, അതെല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. ആ ഒരു ഇന്റർവെൽ ബ്ലോക്ക് ഒക്കെ കുറച്ച് ഫോഴ്സ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഇതൊക്കെ നമുക്ക് ഭയങ്കര ഓവർ ആയിട്ടൊന്നും തോന്നുകയില്ല. നമുക്ക് പടത്തിന്റെ ആസ്വാദനത്തെ ഇത് കാര്യമായിട്ട് ബാധിക്കുന്നില്ല. ഓവർ മെലോ ഡ്രാമ ആക്കിയിട്ടില്ല എന്നുള്ളതും നൈസായിട്ട് തോന്നി. സോ ആകെ മൊത്തം ടോട്ടലിൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ചില ഇമോഷൻസും നന്നായിട്ട് കണക്ട് ആവുകയും ചെയ്തു. ചില ഒരു വലിയ സംഭവമാണെന്നോ മസ്റ്റ് വാച്ച് ആണെന്നോ ഒന്നും ഞാൻ പറയില്ല. പക്ഷെ വളരെ നൈസ് ആയിട്ടുള്ള ഒരു കൊച്ചു ഫീൽ ഗുഡ് പടം. നിങ്ങളിപ്പോൾ ഈ വീക്കെൻഡിൽ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ഒരു നല്ല പടം ഏതാണെന്ന് ഇങ്ങനെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് ഞാൻ പറയും. ഇപ്പോൾ ഫാമിലിയോടെ അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം പോയി കാണാൻ പറ്റിയ ഒരു ക്ലീൻ കോമഡി ആൻഡ് ഇമോഷണൽ ഫീൽ ഗുഡ് എന്റർടൈനർ. പിന്നെ ഇതെന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്, എന്റെ അഭിപ്രായം ആയിരിക്കണമെന്നില്ലല്ലോ നിങ്ങൾക്ക്. നിങ്ങൾ ഈ പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ഇപ്പോൾ ഞാനൊരു പടത്തെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറഞ്ഞ ചിലർ വന്ന് കമന്റ് ഇടും എത്ര കിട്ടി എന്നൊക്കെ. എന്റെ പൊന്നു പിള്ളേരെ ചിരിപ്പിക്കരുത്. എനിക്ക് സിനിമക്കാരുമായിട്ട് യാതൊരു പരിചയമില്ല. നിങ്ങളെപ്പോലുള്ള ഒരാളാണ്. ഒരു പടം കണ്ടു, അത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ ആ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ നിങ്ങളോട് ഒരു ഫ്രണ്ടിനോട് പറയുന്ന പോലെ വന്ന് പറയുന്നു എന്ന് മാത്രം. പിന്നെ ഈ അഡിയോസ് അമീഗോ എന്ന് വെച്ചാൽ ഗുഡ് ബൈ മൈ ഫ്രണ്ട്, ലവ് യു സോ മച്ച് എന്നൊക്കെയാണ് അർത്ഥമെന്നാണ് ഞാൻ നെറ്റിൽ കണ്ടത്. സോ അഡിയോസ് അമീഗോ. അപ്പൊ ശരി എന്നാ.